അതിൻ്റെ ആദ്യം ഞാനിങ്ങനെ ഈ മരുഭൂമി കൂടി വണ്ടി പോയിക്കൊണ്ടിരിക്കുമ്പോൾ പോകുമ്പോഴെല്ലാം ഞാൻ നോക്കുന്നുണ്ട്, ഒരു ബിൽഡിംഗ് ഒന്നും കാണുന്നില്ല, ആൾക്കാരെയും കാണുന്നില്ല, ഒന്നുമില്ല, വെറും മരുഭൂമി കൂടി വണ്ടി ഓടുവാണ്. പ്രവാസ ജീവിതത്തെക്കുറിച്ച് പലതരത്തിലുള്ള സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഏറ്റവും ഒടുവിലായിട്ട് ഇപ്പോൾ ഒരു പുതിയ സിനിമ വരാനായിട്ട് നിൽക്കുന്നു. ആടുജീവിതം എന്ന സിനിമ ഒട്ടനവധി ചർച്ചകൾക്ക് ഇപ്പോൾ നമ്മൾ വേദിയായിക്കൊണ്ടിരിക്കുന്നൊരു സിനിമയാണ്. ആ സിനിമയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇന്ന് വരെ കേട്ട് കേൾവിയില്ലാത്ത പലതരത്തിലുള്ള ആളുകൾ ഇത്തരത്തിൽ ജീവിക്കുന്നുണ്ടാകും. പക്ഷേ നമ്മളുടെ ശ്രദ്ധയിൽപ്പെട്ട ഒരാളുടെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ളൊരു കഥയാണ്. അദ്ദേഹം ഇപ്പോൾ നമ്മളൊപ്പം ഉണ്ട്. ആറാട്ടുപുഴ സ്വദേശിയായിട്ടുള്ള നജീബ്. ഇദ്ദേഹം ഗൾഫിലായിരുന്നപ്പോഴാണ് ഇങ്ങനെ ഒരു അദ്ദേഹത്തിൻ്റെ ഗൾഫ് ജീവിതത്തെക്കുറിച്ചുള്ളൊരു കഥയാണ് ബിന്യാമിൻ ഇപ്പോൾ സിനിമയാക്കിയതും അതിൻ്റെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നതും. എന്തു തോന്നുന്നു നജീബിക്ക് ആദ്യമായിട്ട് ഈ സിനിമ വരാൻ പോകുന്നു ഇങ്ങനെ ഒരു ജീവിതം നിങ്ങൾ ചിന്തിച്ചിരുന്നോ? ഇത് പിന്നെ അതല്ല, നിങ്ങൾ ഗൾഫിൽ പോയി അവിടെ അകപ്പെട്ട നമ്മൾ ഇതുപോലെ എല്ലാവരും ഗൾഫിൽ പോകുന്ന പോലെ ഞാനും ഇതുപോലെ ഗൾഫിൽ പോയി നമുക്ക് പൈസ ഉണ്ടാക്കണം, ഒരു വീട് വെക്കണം എന്നുള്ള ചിന്ത ഞാൻ പോയതായിരുന്നു. പോയി ഞാൻ ചെന്ന് പെട്ടുപോയി. ഒരു ആടുജീവിതമായിരുന്നിട്ടുള്ള ഒരു ജീവിതമായിരുന്നു എനിക്ക് കിട്ടിയത്. പിന്നെ അത് ഒരുപാട് ദുരിതങ്ങളും ഒക്കെ സഹിച്ച് കഴിച്ച് 2 വർഷം ചെല്ലുവാൻ അവിടെ ചെന്ന് ഒരു റിയാൽ പോലും ഞാൻ ഈ പോക്കിൽ എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ കയ്യും വിട്ടാണ് നാട്ടിലേക്ക് തിരിച്ചു വരുന്നത്. അന്ന് അവിടെ എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങിയപ്പോൾ അവിടെ നിന്നൊരു അറബി ഇക്കായെ തട്ടിക്കൊണ്ടും പോയി. അതാണ് ശരിക്കും സംഭവിച്ചത്. പക്ഷേ അന്ന് ഈ മരുഭൂമിയിലൂടെയുള്ള യാത്രയിൽ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എൻ്റെ ജീവിതം ഇവിടെ തീരാൻ പോകുന്നൊരു ജീവിതത്തിൻ്റെ തുടക്കമാണെന്ന്? അതിൻ്റെ ആദ്യം ഞാനിങ്ങനെ ഈ മരുഭൂമി കൂടി വണ്ടി പോയിക്കൊണ്ടിരിക്കുമ്പോൾ പോകുമ്പോഴെല്ലാം ഞാൻ നോക്കുന്നുണ്ട്, ഒരു ബിൽഡിംഗ് ഒന്നും കാണുന്നില്ല, ആൾക്കാരെയും കാണുന്നില്ല, ഒന്നുമില്ല, വെറും മരുഭൂമി കൂടി വണ്ടി ഓടുവാണ്. അപ്പോഴേ എൻ്റെ മനസ്സിലിങ്ങനെ തോന്നി, ഇത് ഞാൻ പെട്ടുപോയിട്ടുണ്ട്, ഇത് ഇങ്ങനെ ഇത്രയൊന്നും വരത്തില്ല, എന്തായാലും ഒരു ബിൽഡിങ് ആൾക്കാരെ എങ്കിലും കാണും, ഇത് പണ്ടിങ്ങനെ ആൾക്കാർ ഇതുപോലൊക്കെ വന്ന് പെട്ടുപോയിട്ടുണ്ടെന്ന് ഇങ്ങനെ കേട്ടിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതേപോലെ ഞാനും വന്ന് പെട്ടെന്നുള്ള ഭീതി എനിക്ക് അന്നേരം എൻ്റെ മനസ്സിൽ ഉള്ളിലോട്ടായി. അങ്ങനെ ഈ വണ്ടി ഓടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെ ഒരുപാട് വണ്ടി ചെല്ലുമ്പോഴിങ്ങനെ കാണാം ഒരു ഭയങ്കരമായ മരുഭൂമിക്കകത്ത് 700 ആടും 10-25 ഒട്ടകമായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ തന്നെ ഞാൻ കരച്ചിലങ്ങ് തുടങ്ങി. കരഞ്ഞ് എൻ്റെ തലയിട്ടടിക്കുന്ന പോലുള്ള കരച്ചിലായിപ്പോയി. കാരണം പെട്ടുപോയി, ഇനി രക്ഷപ്പെടാനുള്ള ഒരു സാധ്യത അവിടെ ഇല്ല. അതേ ഒരു രീതിയാണ് അവിടെ അന്നേരം കണ്ടത് ഞാൻ. ഇവിടുന്ന് അത്യാവശ്യം നമ്മൾ ഈ പട്ടിണിയും പരിവട്ടമൊക്കെ ആണെങ്കിലും ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ജീവിക്കുന്ന ഒരു ഘട്ടത്തിൽ നിന്ന് ഇങ്ങനത്തെ ഒരു ജീവിതത്തിലേക്ക് ചെന്ന് പെട്ട് കഴിഞ്ഞപ്പം വേണ്ട 1 മാസം 2 മാസമൊക്കെ കഴിയുമ്പോഴുള്ള ഒരു ചിന്താഗതി എന്തായിരുന്നു മനസ്സിലുള്ള ചിന്താഗതി എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് നാട് കാണാൻ പറ്റത്തില്ല. ഞാൻ പോകുമ്പോൾ എൻ്റെ ഭാര്യ 8 മാസം ഗർഭിണിയായിരുന്നു. അത് പ്രസവിച്ചോ ഇല്ലയോ എന്നുള്ള അങ്ങനെയുള്ള വെപ്രാളവും പിന്നെ ഞാൻ ജീവിച്ചിട്ട് കാര്യമില്ലെന്നുള്ള ചിന്തയായി. ആത്മഹത്യയല്ല, പിന്നെ ഞാൻ അവിടെ ഈ ആടിനൊക്കെ പാമ്പൊക്കെ ഉണ്ട് മരുഭൂമിയിൽ. അപ്പോൾ ഈ ആടിനൊക്കെ ചില ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ ചത്തു കിടക്കും ഈ പാമ്പ് കടിച്ച്. അങ്ങനെയെങ്കിലും ഞാൻ പിന്നെ ലാസ്റ്റ് അങ്ങനെ ശ്രമിച്ചു, അത് കടിച്ചെങ്കിലും മരിക്കട്ടെ എന്ന് വെച്ച്. കാരണം യാതൊരു ബന്ധവും ഇല്ലാതായിപ്പോയി. കാരണം മുകളോട്ട് നോക്കിയാൽ പ്ലെയിൻ പോകുന്നതായിട്ട് കാണാം, ബാക്കി എങ്ങോട്ട് നോക്കിയിട്ട് എല്ലായിടും ഈ ആന മുട്ടി കിടക്കുന്ന പോലൊക്കെ നമുക്ക് തോന്നി. അത്രയ്ക്കുള്ളിലുള്ള മരുഭൂമിയായിരുന്നു, ഒരു റോഡ് കാണാനില്ല. അത് അങ്ങനെ പിന്നെ എന്തോ പറയാനാണ്, പെട്ടുപോയി. പിന്നെ എല്ലാം സഹിച്ച് കുറേ നാൾ ഞാൻ പിടിച്ചു നിന്നത് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. ഇപ്പോൾ ഈ അറബി ഈ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഉപദ്രവിക്കുമെന്ന് പറഞ്ഞു കേട്ട്, ഈ അറബിയെ എപ്പോഴെങ്കിലും നമുക്ക് ഒന്ന് ഇല്ലാതാക്കിയിട്ട് രക്ഷപ്പെട്ടു പോകാൻ അങ്ങനെ ശ്രമിച്ചിട്ടുണ്ടോ? അറബിയെ ഇങ്ങനെ ഇട്ടിട്ട് പോകാനൊന്നും പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഈ അറബി എപ്പോഴും അവിടെ ടെൻഡടിച്ച് അതിനകത്ത് ഇരിപ്പുണ്ട്. ഒരു ദിവസമെങ്കിലും ഇയാൾ അങ്ങ് പുറത്തോട്ടൊന്ന് പോകുന്നതിൻ്റെ എങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുകയാണ് ചാടി എങ്ങനെയെങ്കിലും ഒന്ന് പോകാൻ വേണ്ടി. പക്ഷേ അയാൾ അവിടെ തന്നെ ഉണ്ട്. ഇയാൾ എവിടെയെങ്കിലും പോകുകയാണെങ്കിൽ പുള്ളിയുടെ ജ്യേഷ്ഠൻ ഇവിടെ വരുന്നത്. അങ്ങനെ അയാൾ വന്ന് നിൽക്കുമ്പോഴാണ് ഇയാൾ പോകുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇങ്ങോട്ട് ചാടിപ്പോകാനുള്ള ഒരു വഴി കിട്ടുന്നില്ല. പിന്നെ ഈ ആടിനെ അടിച്ചാൽ വിൽക്കാൻ കൊണ്ടുവന്ന മറ്റേ ആളാണ്, ജ്യേഷ്ഠച്ചാരാണ് കൊണ്ടുപോകാൻ. അങ്ങനെ അയാൾ വന്ന് കയറ്റിക്കൊണ്ട് പോകും. പിന്നെ എന്തെങ്കിലും ഈ ഉണങ്ങിയ ഇയാൾക്ക് ഫുഡ് കൊണ്ട് കൊടുക്കുക, അതിന് എന്തെങ്കിലും ഉണങ്ങിയൊക്കെ നമുക്ക് തരും. അങ്ങനെയൊക്കെ ഇങ്ങനെ ജീവിച്ചു കൊണ്ട് പോവുക. അപ്പോൾ ഈ ഇക്കയുടെ ജീവിതം എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു കേട്ടതനുസരിച്ച് ഈ ഒരുപാട് മലയാളികൾ സമാനമായ രീതിയിൽ ജീവിക്കുന്നുണ്ടാവും. പക്ഷേ ഇക്കയുടെ ഒരു കഥയാണ് ഇപ്പോൾ പുറത്തു വന്ന് രക്ഷപ്പെട്ടു വരാൻ പറ്റുക. ഒട്ടനവധി ഇങ്ങനെ മലയാളികളും മറ്റ് രാജ്യക്കാരും ഒക്കെ അവരുടെ ജീവൻ അവിടെ കിടന്ന് തന്നെ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. പക്ഷേ ആ 90 ഞാൻ പോയ കാലഘട്ടത്തിലൊക്കെ അങ്ങനെ സംഭവിക്കും. പക്ഷേ ഞാൻ 93 പോയത്. അപ്പോൾ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നെ ഈ
ഫോണില്ല, കത്തൊന്നും അയക്കാനുള്ള വലിയ ഇതൊന്നും ഇല്ല. ഒരു കത്ത് അയച്ചാൽ ഒരു മാസം കൊണ്ട് കിട്ടത്തുള്ളൂ. ആരും ഒരു മീഡിയക്കാരെ മറ്റവർക്ക് ഒന്നും എത്തിപ്പെടാനുള്ള ഇതൊന്നും ഇല്ല. ഇന്നൊക്കെ പോകുന്നവർക്കെന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഫോണുമായിട്ടാണ് നമ്മൾ പോകുന്നത്. ഏത് ഉള്ളിടെ ചെന്ന് വീണാലും നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗ്ഗമുണ്ട്. നമുക്ക് അന്ന് ഒന്നും ഇല്ലായിരുന്നു. ഞാൻ കൊണ്ടുപോയ ഒരു നമ്പർ ഒരാളുടെ കോൾ ചെയ്യാനൊന്നും പറ്റിയില്ല. അങ്ങനെയാണ് എനിക്കിങ്ങനെ സംഭവിച്ചു പോയത്. അവിടെ ഈ രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള ഭക്ഷണവും കാര്യങ്ങളും ഒക്കെ എങ്ങനെയൊക്കെയാണ്? എൻ്റെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ കുബൂസും അല്ലാതെ ഒന്നുമില്ല. പിന്നെ ആടിൻ്റെ കുറച്ച് പാല് പിഴിഞ്ഞ് കുടിക്കും. ഇതൊക്കെയാണ് ഭക്ഷണം. പിന്നെ ഗോതമ്പൊക്കെ ഉണ്ടല്ലോ ആടിന്, അത് നല്ലതാണ്. അതും കുറച്ച് പാല് തിന്നും. അങ്ങനെയൊക്കെ ഇങ്ങനെ ജീവിച്ച്. പച്ചക്കാണ് പാല് ഇങ്ങനെ കാച്ചിയാണ് കുടിക്കുന്നത്. പച്ചയ്ക്ക് കുടിക്കാനൊക്കത്തില്ല. അതൊരു എന്തോന്നിരിപ്പുണ്ട്, അതിനകത്ത് വെച്ച് കാച്ചി കുടിക്കുക. ഈ അറബി കാച്ചി കുടിക്കുന്നതാണ്. അങ്ങനെ പിന്നെ അത് കുടിക്കാൻ പറ്റത്തില്ല, അത്രയ്ക്ക് സ്മെല്ലാണ്. പിന്നെ അയാൾ കുടിക്കാതെ ജീവിക്കാൻ പറ്റത്തില്ല എന്നുള്ള അവസ്ഥ വന്നപ്പോഴേ പിന്നെ അയാളാണ് അത് കാച്ചിയൊക്കെ വെക്കുന്നത്. ഞാനില്ല അത്. അറബിക്ക് സ്നേഹം ഉണ്ടായിരുന്നോ കൂടെ? കൊള്ളാം. സ്നേഹം എന്ന് പറഞ്ഞാൽ ഒട്ടുമില്ല. കാരണം ഞാൻ പുള്ളിയെടുത്തൊരു കത്ത് കൊണ്ട് കൊടുത്തിട്ട് അയാളത് വലിച്ചു കയറുമായിരുന്നു ആദ്യം. പിന്നെ അത് ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ നാട്ടിലിങ്ങനെ ആഗ്രഹം കാണിച്ചു, പൈസ ശമ്പളം എനിക്ക് നാട്ടിലാക്കാൻ ബുദ്ധിമുട്ടാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടൊന്നും അയാൾ മൈൻഡ് പോലും ചെയ്തില്ല. പിന്നെ ഞാൻ അങ്ങനെ ഇങ്ങനെ ദുഃഖിച്ചിരുന്ന കരച്ചിൽ മാത്രമേ ഉള്ളൂ, അല്ലാതെ എന്ത് ചെയ്യാനാണ്. 2.5 വർഷം അവിടെ ജീവിച്ചില്ലേ? 2 വർഷം ജില്ലാനും ഉണ്ടായിരുന്നു. വീട്ടിലേതെങ്കിലും തരത്തിൽ ഈ വിവരങ്ങൾ അറിയിച്ചിരുന്നോ? വീട്ടിൽ അറിയിക്കുന്നത് എങ്ങനെ അറിയിക്കാൻ? വീട്ടിൽ അറിയിക്കാൻ പിന്നെ ഈ കത്തയക്കാനെന്ന് പറഞ്ഞാൽ ഒരു 3 മാസമായപ്പോൾ ഒരു പാകിസ്ഥാനി ഇതൊന്നും കൊണ്ട് വന്നു. അങ്ങനെ ഒരു കത്ത് ഞാനിങ്ങനെ റോഡിലിട്ട് കൊടുത്ത് അങ്ങനെ ആ കത്ത് അയാൾ കൊണ്ടുപോയി. ആ ഒരു കത്ത് ഇവിടെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഇതുപോലെ ഞാനിങ്ങനെ പെട്ട് കിടക്കുവാണ്, ആരും വിഷമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞാൽ എഴുതിയത്. എന്നാലും ക്രൂരമായതൊന്നും കൂടുതലായിട്ടൊന്നും ഞാനതിൽ എഴുതിയില്ല. കാരണം നമ്മളെ വാപ്പായ്ക്ക് സുഖമില്ല, ഭാര്യ ഗർഭിണിയായിട്ടിരിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള ഇതായിരുന്നത്. പിന്നെ ആ കത്ത് കിട്ടിയപ്പോൾ ഒരു ചെറിയൊരു സമാധാനം അവർക്ക് കിട്ടിയ ആൾ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ളത്. പിന്നെ യാതൊരു വിവരവും ഇല്ലായിരുന്നു എൻ്റെ. ഇപ്പോൾ ഈ കുറേ കാലം ഈ ആടുകളും മൃഗങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ജീവിച്ചതിന് ശേഷം നാട്ടിൽ വന്നപ്പോഴത്തെ അവിടെ നിന്ന് പോരാൻ നേരത്തേക്ക് ഈ ഒരു വിഷമം നമ്മൾ ഒപ്പം ജീവിച്ച ആ അതെ, എനിക്കന്ന് ആ ചാടാൻ പറ്റിയ സാഹചര്യം വന്നപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ടായിരുന്നു. കാരണം ഇത്രയും നാൾ ഞാൻ അതിനെ സ്നേഹിച്ച് എൻ്റെ മക്കളെ പോലെയൊക്കെ വളർത്തിയ ചെറിയ കൊച്ചു കുട്ടികളൊക്കെ ഉണ്ട്. അവരെയൊക്കെ ഇങ്ങനെ ഇട്ടച്ചും പിന്നെ അതിന് തീറ്റ കൊടുക്കാൻ ആ ഒരു ടെൻഷൻ എനിക്ക് അന്നേരം ഭയങ്കരമായിട്ട് ഫീൽ ചെയ്താലും നമ്മുടെ ഇവിടുത്തെ നാട്ടിലെ എന്തോന്ന് നമ്മുടെ മനസ്സിലിരിക്കുമല്ലോ, എങ്ങനെയെങ്കിലും നമ്മൾ രക്ഷപ്പെട്ടല്ലേ പറ്റത്തുള്ളൂ. എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? ഇവിടുന്ന് ഒരാൾ വേറെ സ്ഥലത്തുനിന്ന് മരുഭൂമിയിൽ നിന്ന് ഒരാൾ വന്ന് എന്നെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോയി. അങ്ങനെ 1.5 ദിവസം ഓടി ആ മരുഭൂമിയെ കൂടെ. ഇവിടെ റോഡ് വരെ അയാളുണ്ടായിരുന്നു. റോഡ് വരെ ഉണ്ടായിട്ട് പിന്നെ അയാൾ 5 ദിനാർ റിയാൽ ഞാൻ കാണുന്നത്, ഈ അവിടുത്തെ പൈസ കാണുന്നത്. എന്നിട്ട് പറഞ്ഞ് നീ ഇതും കൊണ്ട് എങ്ങോട്ടെങ്കിലും പോയിക്കോ, ഞാൻ അങ്ങനെ പോകാമെന്ന് പറഞ്ഞ് ഒറ്റ പോക്ക് പോയതാണ്. പിന്നെ ഒരു വിവരമില്ല പുള്ളിയുടെ. അവിടുത്തെ കാലാവസ്ഥ എങ്ങനെയായിരുന്നു പൊതുവെ? കാലാവസ്ഥ ഭയങ്കര പൊടിക്കാറ്റല്ലേ. ആ പൊടിക്കാറ്റൊക്കെ തരണം ചെയ്യണമെന്ന് പറഞ്ഞാൽ എൻ്റെ അള്ളാൻ്റെ ഒരു കഴിവുകൊണ്ട് ഞാൻ മാത്രം അവിടെ പിടിച്ചിരുന്നെന്ന് പറയാം. കാരണം ഇവിടെ വെച്ചാൽ എപ്പോഴും തലവേദനയും പനിയൊക്കെ വരുന്നു. എനിക്ക് അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായില്ല. അതങ്ങാനൊക്കെ ഉണ്ടാകുമായിരുന്നെങ്കിൽ ഞാൻ അവിടെ കിടന്ന് ആപ്പാട് ഇതായി. അത് 2-3 മഴയെ പെയ്തിട്ടുള്ളൂ അവിടെ. പിന്നെ എല്ലാം ഈ ചൂടും തണുപ്പും എല്ലാം കട്ടി ഇങ്ങനെ സഹിച്ച്. തണുപ്പൊക്കെ നല്ല തണുപ്പാണ്. നല്ല തണുപ്പാണ്. പിന്നെ ഈ പുതപ്പെന്ന് പറഞ്ഞാൽ ഈ പൊടിയും പിടിച്ച് കിടക്കുന്ന പുതപ്പ് പിന്നെ എടുത്തിടും. അങ്ങനെയൊക്കെ ഇങ്ങനെ തട്ടിയും മുട്ടിയും ജീവിച്ചിങ്ങനെ പോകുന്നു. വെട്ടവും വെളിച്ചമൊക്കെ ഉണ്ടോ അവിടെ? ഇല്ലില്ല, വെട്ടം വെളിച്ചം ഇല്ലല്ലോ, കറണ്ടൊന്നും ഇല്ലല്ലോ അവിടെ. വെറും മരുഭൂമിയല്ലേ. ഇങ്ങനെ ആടിൻ്റെ കൂടിൻ്റെ അടുത്ത് തന്നെ ഒരു കട്ടിൽ ഇവിടെ കിടത്ത് കിടപ്പുണ്ട്, അതിനകത്താണ് കിടക്കുന്നത്. നേരം വിളക്കുന്ന അസ്തമിക്കുന്നു. ഏത് ദിവസമാണ്, ഇന്ന് വിശേഷ ദിവസമാണോ ഒന്നും അറിയില്ല. ഇതിനിടയ്ക്ക് കുറേ പെരുന്നാളുകൾ നോയമ്പുകളൊക്കെ കടന്നുപോയി. ഇതിനെല്ലാം നമ്മളിങ്ങനെ നമ്മുടെ വിശേഷ ദിവസങ്ങൾ ഏതാണ് എന്നൊക്കെയുള്ള ചിന്ത മനസ്സിലാണ്. കാരണം എൻ്റെ വീട്ടിൽ എന്ത് പറ്റി, എൻ്റെ വാപ്പ വരുമ്പോൾ സുഖമില്ലായിരുന്ന ആളാണ്, എന്നെ വിഷമം കൊണ്ട് എന്തായി കാണും എന്നൊക്കെയുള്ള ഹാർട്ടിൻ്റെ അസുഖമുള്ള ആളായിരുന്നു. പിന്നെ എൻ്റെ ഭാര്യ പ്രസവിച്ച് എന്ത് കുട്ടിയാണെന്ന് പിന്നെ അന്നേരം ഒരു ആട് 2-3 മാസമായപ്പോൾ ഒരു ആട് പ്രസവിച്ച ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെൻ്റെ മോനാണെന്ന് പറഞ്ഞ് അന്നേരം ഞാൻ അതിനെ താലോലിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ അതേപോലെ തന്നെ സംഭവിച്ചു. ഭയങ്കര ഒരു മാനസിക ശരി, ഇപ്പം എനിക്കത് ചിരിക്കാൻ തോന്നുന്നെങ്കിൽ അത് അന്നേരം എൻ്റെ ഒരു മനസ്സിലത് വന്നൊരു കാര്യമാണത്. ഇപ്പോൾ അത് അല്ല ഇതേ കറക്റ്റ് മാസം കണക്ക് കൂട്ടിയിട്ടാണ്. അതെ മാസമൊക്കെ പിന്നെ അങ്ങ് കയ്യിൽ നിന്ന് വിട്ട്. അന്നേരം കുറഞ്ഞ ദിവസം പ്രസവിച്ചില്ലെന്നൊന്നും അറിയത്തില്ല. പക്ഷേ എങ്കിലും അത് ഒരു ഇതായിരുന്നു കണക്ക് കൂട്ടി.
അതിനാ പേരിട്ട് നബീലെന്ന്. മകൻ്റെ പേരെന്താ? എൻ്റെ സബീർ. അതുകൊണ്ട് ഇവിടെ വന്നപ്പോൾ മകൻ എത്ര വയസ്സുണ്ടായിരുന്നു? 2 വയസ്സ് കഴിഞ്ഞ്. 2 വയസ്സ് കഴിഞ്ഞ് ഞാൻ കയറി ജയിലിൽ നിന്നല്ലേ വരുന്നത്. പിന്നെ നമ്മൾ ജയിലിൽ നിന്ന് വല്ലേ വരാൻ പറ്റത്തുള്ളൂ. അപ്പം ജയിലിൽ നിന്ന് ഇങ്ങനെ വന്ന് ഇവിടെ ബോംബെ വന്നിറങ്ങി. ബോംബെ വരെയുള്ള ടിക്കറ്റേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ ട്രെയിനിന് കായംകുളത്ത് വന്ന് അപ്പച്ചിയുടെ വീട്ടിൽ ഒരു ദിവസം നിന്നിട്ട് എൻ്റെ പെങ്ങളുടെ അടുത്ത് പോയി. എന്നിട്ട് രാത്രിയാണ് ഇവിടെ വരുന്നത്. രാത്രി വന്ന് കയറുമ്പം എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ എല്ലാം അപ്പുറത്തായിരുന്നു. അന്നേരം മോന് ഇങ്ങനെ അടുത്തവിടെ നിൽപ്പുണ്ട്. അന്നേരം വാപ്പ പറഞ്ഞതാ നിൻ്റെ വാപ്പ വന്നടാന്ന് പറഞ്ഞപ്പം അവൻ എൻ്റെ വാപ്പ അല്ലെന്ന് പറഞ്ഞ് തിരിച്ചങ്ങ് പോയി. അത് കണ്ട അതുപോലുള്ളൊരു വേഷം, മുട്ടയടിച്ച് ആപ്പാട് കതിര് പോലത്തെ ഒരു മനുഷ്യൻ വന്ന് കയറി കയ്യും വിട്ടാടി. പക്ഷെ അന്നത്തെ എനിക്കൊരു ഭയങ്കര ഫീലിംഗ് ആയിരുന്നു. ഏറ്റവും വലിയ ഫീലിംഗ് അന്നാണ് എനിക്കുണ്ടായത്. കാരണം ഞാൻ ഇത്രയും നാളോടെ ഗൾഫിൽ നിന്ന് വെച്ചാൽ വരുമ്പോഴത്തേക്ക് എൻ്റെ കുഞ്ഞിനൊരു മുട്ടായിയോ എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കാൻ വെറും കൈയോടെ ഇങ്ങനെ വന്ന് കയറുന്ന രംഗം. ഇപ്പോഴീ അവിടെ വെച്ചുള്ള ഈ പിന്നെ മുടിയും നമുക്ക് മുടി വെട്ടാനും അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒന്നും ഉണ്ടായില്ല. പല്ല് തേക്കാൻ പിന്നെ ബ്രഷ് ഇതെല്ലാം കൊണ്ടുപോയതാണ്. അവർ എന്നും പല്ല് തേക്കാൻ പോലും വെള്ളമെടുക്കാൻ ഭയങ്കര മടിയുള്ള ഒരാളാണ് അവൻ. പിന്നെ പല്ലൊന്നും തേപ്പില്ലൊന്നും ഇല്ല. നമ്മൾ പിന്നെ ഇങ്ങനെ ശീലിച്ചത്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും കട്ടെങ്കിലും വെള്ളം എടുത്ത് ഇത് ചെയ്യും. ഈ ആടിന് കൊടുക്കാനുള്ള വെള്ളമുണ്ട്, അത് വെച്ച് നമ്മൾ വായ കഴിയൊക്കെ വെച്ചൊക്കെ കിടക്കത്തുള്ളൂ. ഈ നബീലിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്? നബീലിനെ കുറിച്ച് നബീലൊക്കെ ഇപ്പോൾ പോയി കാണുമല്ലോ. അതൊക്കെ വളർന്നു പോയില്ലേ. അന്ന് അവിടെ നിന്ന് ഇങ്ങനെ അവനെ വിട്ടു പോന്നപ്പോൾ ഒരു വിഷമം ഉണ്ടായില്ല? ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു അതിനെ വിട്ടിട്ട്. അതിനെ പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അതിനെയും കൊടുത്തില്ലേ. അന്നേരം ഭയങ്കര വലിയൊരു വിഷമമായിരുന്നു അതിനെ പറ്റി. നല്ല ഇതായിട്ടാണ് അത് വന്നത് കാരണം പെട്ടെന്ന്. പിന്നെ ജീവിതം മൊത്തം അതിൻ്റെ കൂടെ അങ്ങായി മാറിയല്ലേ? പിന്നെ ആടും ഞാനുമായിട്ടുള്ള ജീവിതം മാത്രമേ ഉള്ളായിരുന്നു, വേറെ ഒന്നുമില്ലായിരുന്നു. ആടാണ് നമ്മുടെ മക്കളും എല്ലാവരും. ഇതിപ്പോഴീ ഈ സിനിമ വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഈ അതിൻ്റെ പിന്നെ ട്രെയിലറൊക്കെ പുറത്ത് വന്നത് അത് കണ്ടപ്പോഴൊക്കെ എന്താണ് ഈ കൈക്ക് തോന്നുന്നത്? അതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. അത് കണ്ടപ്പോൾ എനിക്ക് കരഞ്ഞു പോയി. ഞാനിപ്പോൾ അന്ന് ഇവിടെ വെച്ചായിരുന്നു അങ്കമാലി വെച്ച് ആ പരിപാടി കണ്ടിട്ട് ഒരേ പാട്ട് രംഗത്തിൽ പൃഥ്വിരാജിൻ്റെ അതേ വേഷത്തിലിങ്ങനെ വരുവാണ്, എൻ്റെ സൈനു എന്ന് പറഞ്ഞുകൊണ്ട് ഞെട്ടി. അതൊക്കെ കാണുമ്പോൾ എനിക്കങ്ങ് ഭയങ്കര ഫീലിംഗ് ആയിപ്പോൾ. അതേ സംഭവം പോലെ ഇത് ആൾ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ നിൽക്കുന്ന ഒരു ഫീല് തോന്നി, അവിടെയാണോ എന്ന് പെട്ടെന്നുള്ള ഫീല് തോന്നിപ്പോയി. പിന്നെ അത് കണ്ടതിൽ പിന്നെ എനിക്കാണെങ്കിൽ സംസാരിക്കാൻ മേതായിപ്പോയി ഇവിടെ. അതേ ഫീല് തന്നെ, അതേ ആ രംഗങ്ങളൊക്കെ അതേ കറക്റ്റായിരുന്നു പൃഥ്വിരാജ് ചെയ്ത്. അഭിനയം എങ്ങനെയുണ്ട്? പൃഥ്വിരാജിൻ്റെ അഭിനയം കണ്ടില്ല? അഭിനയം പൃഥ്വിരാജിനെ കൊണ്ട് ഇതുപോലൊക്കെ അഭിനയിക്കാനൊക്കത്തുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ നല്ലതായിട്ട് അഭിനയിച്ചേക്കുന്നത്. മരുഭൂമിയൊക്കെ വീണ്ടും നാട്ടിലിരുന്ന് കണ്ടപ്പോഴത്തേക്ക് എന്ത് തോന്നി? അതിനകത്ത് മരുഭൂമി അതിൽ കാണിക്കുന്നത്. അതെ, ഒരു ഭയമാണ്. അന്നേരം ഞാൻ കരഞ്ഞു കൊണ്ടിരുന്നു. കാരണം സത്യത്തിൽ ഞാൻ അവിടെ നിന്ന് കരഞ്ഞു പോയി. കാരണം അത് കണ്ടപ്പോഴും പിന്നെ സന്തോഷമുണ്ട് മനസ്സിൽ. ഇതുപോലെ ലോകം മൊത്തം അറിയാൻ പോവല്ലേ, അങ്ങനെയുള്ള സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു സംഭവമൊക്കെ ഒരിക്കലെങ്കിലും പിന്നെ ഈ ഒട്ടകങ്ങളുടെയും ആടിൻ്റെയൊക്കെ കൂടെ കിടക്കുമ്പോൾ ഇങ്ങനെ ഒരു സിനിമയും കാര്യങ്ങളും എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത് ഒരിക്കലും സ്വപ്നം പോലും കണ്ടിട്ടുണ്ടാവില്ല. ഇത് ഇങ്ങനെയൊക്കെ വരുമെന്നൊന്നും ഒരിക്കലും നമ്മൾ സ്വപ്നം തിരിച്ചു വരുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇല്ലായിരുന്നു. പിന്നെ തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ കുറച്ച് നാൾ എൻ്റെ ഈ കുഞ്ഞിനെ കാണാൻ വേണ്ടി എന്നെ ആരെങ്കിലും രക്ഷപ്പെടുത്തുന്നുള്ള ചിന്ത എൻ്റെ മനസ്സിലിങ്ങനെ ഉണ്ട്. നമ്മൾ ഈ വിളിക്കാത്ത ദൈവങ്ങളൊന്നുമില്ല. അങ്ങനെ വിളിച്ചിരിക്കുമല്ലേ. വിളിച്ച് കരഞ്ഞ് ഇങ്ങനെ നടക്കുവാണ് ഈ മരുഭൂമി കൂടെ. അങ്ങനെ ഏതെങ്കിലും ഒരു അവസരത്തിൽ ഞാൻ രക്ഷപ്പെടും, എൻ്റെ വീട്ടിൽ ചെന്ന് കാണുമെന്നുള്ള ഒരു മനസ്സ് പിന്നെയും വന്നു. മനസ്സ് പകുതി മരവിച്ചങ്ങ് ആകപ്പാട് മാനസികാവസ്ഥയിലേക്ക് അങ്ങ് മാറുന്ന രീതി പോലെ ആയിപ്പോയി. പിന്നെ അങ്ങ് എന്താ പറയാൻ, അതിനെപ്പറ്റി ഒന്നും പറയാൻ പറ്റത്തില്ല. ഭയങ്കര ഒരു ബുദ്ധിമുട്ടായി. ഈ ആത്മഹത്യ ചെയ്യണമെന്നൊക്കെ തോന്നിയെന്ന് പറഞ്ഞില്ലേ? അവിടെ നിൽക്കുന്ന സമയത്ത്, അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത സമയത്ത് എപ്പോഴെങ്കിലും രക്ഷപ്പെടണമെന്ന് വിചാരിച്ചിട്ടുണ്ടോ? രക്ഷപ്പെടണമെന്ന് പലപ്പോഴും വിചാരിക്കുന്നുണ്ട്. പക്ഷേ ഈ ഇവനൊന്ന് പോയി കാണണ്ടേ. പിന്നെ എന്തോ ചെയ്തിട്ട് കൊന്നുളച്ച് പനുക്കുമോ? പറ്റത്തില്ലല്ലോ. അവിടുത്തെ ശിക്ഷയൊക്കെ നമുക്ക് അറിയാവുന്നേയില്ല. ഇന്നുവരെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അതുപോലുള്ള ക്രൂരത നമ്മളടുത്ത് കാണിക്കുന്നുണ്ട്. ഈ ആടിനെയൊക്കെ ചിലതിനെയൊക്കെ പിടിച്ചുകൊണ്ട് വരാനൊക്കെ പറയുമ്പോൾ അതിനെ മാറിപ്പിടിക്കുകയാണെങ്കിൽ അവൻ തലയ്ക്കൊക്കെ അടിച്ചിട്ടുണ്ട്. ഒരുപാട് ഉപദ്രവം കിട്ടിയിട്ടുണ്ട്. ഒന്നും പിന്നെ പറഞ്ഞ് വരുത്തിയാനൊന്നും ഒക്കത്തില്ല. ഒരുപാട് ഉപദ്രവം കിട്ടിയിട്ടുണ്ട്. തലയ്ക്കൊക്കെ ആടുണ്ട്. ഇപ്പോഴാണ് എനിക്ക് തലവേദനയാണ് അതിനെ പറ്റിയുണ്ട്. അതിൻ്റെ ആടിൻ്റെ ഇടിയൊക്കെ കിട്ടി നടുവേദനയായി പോയി. ഈ വലിയ ആട്, ഇത്രച്ചുള്ള ആട്, ഈ 10-200 ആടിൻ്റെ കൂടത്തിൽ അതിനെ ഇട്ടേക്കൊണ്ട് 10 ഇട്ടേപ്പോണ്ട് ഈ തീറ്റയും കൊണ്ട് ചെല്ലുമ്പോഴേ ഭയങ്കര ഇടിയാണ് ഇടിക്കുന്നു, വിടവാനൊക്കെ ഇടിക്കുന്നു.
ഇതെല്ലാം സഹിച്ചും നിന്ന് ഇത്രയും നാൾ. ഒട്ടകങ്ങൾക്ക് കണ്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അത് വരുമ്പം അതിന് പിന്നെ ഗോതമ്പും ഉപ്പും വെള്ളവും ഇട്ട് കൊടുക്കുക. അത് കഴിച്ചുകൊണ്ട് അതിന് വരിയായിട്ട് അതങ്ങ് വയ്ക്കുള്ളൂ. പിറ്റേന്ന് ആ ടൈമിന് അത് വരും, അങ്ങനെ കൊടുക്കും, അതങ്ങ് പോകും. അതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും പറ്റിയില്ല. പക്ഷേ ആടുമായിട്ടുള്ള മെല്ല് മാത്രം. പുള്ളി അഭിനയിച്ച് കഴിഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു നിങ്ങളുടെ ഈ പുള്ളി അഭിനയിച്ചിട്ട് എൻ്റെ അടുത്ത് ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഒറിജിനൽ ജീവിതത്തെക്കുറിച്ച് എന്ത് പറഞ്ഞു? നിങ്ങളുടെ ഒറിജിനൽ ജീവിതമാണല്ലോ പുള്ളി അഭിനയിച്ചത്. അതെ അതിനെക്കുറിച്ചെല്ലാം പുള്ളി ഞാൻ ഇങ്ങനെയാണ് അഭിനയിച്ചേക്കുന്നത്, ഇതാണെന്നൊക്കെ എൻ്റെ കാര്യങ്ങളൊക്കെ ഒരു 10-20 മിനിറ്റ് ഉള്ള സംസാരം ഉണ്ടായിരുന്നു. അപ്പോൾ കറക്റ്റാണ്. ഇതിനിപ്പോൾ അത് പറയുന്നുണ്ടല്ലോ അതിനകത്ത്, നിങ്ങൾ കേട്ടില്ലേ? എന്ത് പറയുന്നു? അന്ന് ഇപ്പോൾ ഇവിടുത്തെ ആ പരിപാടിയില്ലേ, പിന്നെ പുള്ളി പറഞ്ഞ് നെഞ്ചിപ്പറ്റി ഞാൻ സ്വന്തമുള്ള സംസാരം എല്ലാം നല്ല കറക്റ്റായിട്ടാണ് അതിനകത്ത് ചെയ്തിരിക്കുന്നത്, അങ്ങനെയെന്നൊക്കെ പറഞ്ഞ് എനിക്ക് വലിയ ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞു. പിന്നീട് വിളിക്കുകയെല്ലാം ചെയ്താൽ നമ്പറൊക്കെ ഉണ്ടോ? പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞു. പിന്നെ നമ്പരൊക്കെ അവിടെയുണ്ടല്ലോ, എൻ്റെ നമ്പർ. ഈ സിനിമ കൊണ്ട് ജീവിതത്തിനൊരു മാറ്റം വരുമെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ മാറ്റം വരുമെന്നുള്ളൊരു പ്രതീക്ഷയാണ്. സിനിമ കൊണ്ടല്ലേ? ഉണ്ട്. സിനിമ കൊണ്ടൊരു മാറ്റം വരണം എന്ന് കാരണം നമുക്ക് ഇപ്പോൾ ഇത് വഴിയില്ല. ഒന്ന് വീടഞ്ചാലും സ്ഥലം ചെറിയ വീടുണ്ടെങ്കിലും ഒരു വഴിയില്ല. അപ്പോൾ അത് ഇവിടുന്ന് 2 സെൻറ്റ് സ്ഥലം മേടിക്കണം, അതെന്തെങ്കിലും കിട്ടുമ്പോൾ മേടിക്കാമെന്ന്. അപ്പോൾ ഈ എന്താ പറയുന്നത്, ഈ സിനിമ ജീവിതത്തിൽ മാത്രമല്ല വീടിനൊരു വഴിയാകണം അല്ലേ? സിനിമ കൊണ്ട് ഞങ്ങളുടെ വീടിനും ഒരു വഴിയാകണം. ഈ കഥകളൊക്കെ കേട്ടില്ല, കഥകളൊക്കെ വായിച്ചായിരുന്നു? പുസ്തകം ഞാൻ വായിച്ചു. പുസ്തകം വായിച്ച് എന്ത് തോന്നാനോ, കൊള്ളാം. ഹൃദയം പൊട്ടുന്ന വേദനയല്ലേ അനുഭവിച്ചതും, പിന്നെ വായിച്ച് ഫുള്ള് അറിഞ്ഞത്. ഫുള്ള് അനുഭവിച്ചാൽ ഫുള്ള് കഥയൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ലായിരുന്നു. പിന്നെ കഥ വായിച്ചാൽ ഞാൻ എല്ലാ കാര്യങ്ങളും അറിയും. ശരിക്കും കരഞ്ഞ് വിഷമമായിരുന്നു ഭയങ്കര. ഇദ്ദേഹത്തിനെ കുറിച്ച് വിവരമൊന്നും ഇല്ലാതിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ ഗൾഫിൽ പോയപ്പോൾ. ചിന്താഗതി എന്ത് പറ്റിയെന്ന് അറിയാതെ വിഷമമായിരുന്നു. എന്ത് പറ്റി, ഇനി മരണപ്പെട്ടു പോയോ അതോ ഇനി വല്ലതും കുടുങ്ങി പറ്റാത്ത രീതി കിടക്കുവാണോ, അങ്ങനെയൊക്കെ പല ചിന്തയിലായിരുന്നു. പിന്നെ ഏതെങ്കിലും ഒരു അവസരത്തിൽ ചിലപ്പോൾ തിരിച്ച് വന്നേക്കാം, അങ്ങനെയും പ്രതീക്ഷിച്ച് അങ്ങനെ പിടിച്ച് നിന്ന്. മോനെ ഗർഭിണിയായിട്ട് നിൽക്കുമ്പോഴാണ് പോകുന്നതിന് ആ ഒരു ഇതിലൊക്കെ അങ്ങ് പിടിച്ച് നിന്ന്. ഒരു കത്ത് കിട്ടി 3 മാസമൊക്കെ കഴിഞ്ഞപ്പം ഒരു കത്ത്. അത് എനിക്കല്ല വന്നത്, അവരുടെ വീട്ടിലാണ് വന്നത്. ഞാനങ്ങ് എൻ്റെ വീട്ടിൽ പോയായിരുന്നു, എന്നെ വിളിച്ചുകൊണ്ട് പോയി പ്രസവത്തിൽ. അങ്ങനെ പറഞ്ഞ് വാപ്പായെ വിടും തിരക്കാൻ. അപ്പം അന്ന് കത്ത് വന്നത് ആർക്കും വായിച്ച് തീർക്കാൻ പറ്റാത്ത രീതിയിലുള്ള കത്ത്. അതുകൊണ്ട് എന്നെ കൊണ്ടുവന്ന് കാണിച്ചില്ലത്. എൻ്റെ അടുത്ത് വന്ന് വിവരം പറഞ്ഞ് കുഴപ്പമില്ല, ആൾ ജീവിച്ചിരിപ്പുണ്ട്, ഒന്നും സംഭവിച്ചിട്ടില്ല, പക്ഷേ പിന്നെ ഇച്ചിരി പ്രയാസത്തിലാണ്, കുടുക്കിപ്പെട്ട് കിടക്കുക, രക്ഷപ്പെടാൻ ഇച്ചിരി പാടാ എന്നൊക്കെ ഉള്ള ഇത് വന്ന് ചെറുതായിട്ട് പറഞ്ഞു. ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള ഒരു സൂചന അങ്ങനെ കിട്ടി. ചെറുതായിട്ടൊക്കെ എഴുതി. അല്ല, ഇത്രയും ക്രൂരമായ ബുദ്ധിമുട്ടുകളൊന്നും എഴുതിയില്ല. കാരണം അവരെ എന്തിനാ വിഷമിപ്പിക്കുന്നു? ഒന്നാമതാണെങ്കിൽ ഇതായിട്ട് നിൽക്കുക. പിന്നെ ആ പാകിസ്ഥാനി നമുക്ക് അന്നേരം എത്ര എന്ത് കൊടുത്താലും മതിയാകത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ ആ ഒരു ഘട്ടത്തിൽ അവൻ ആ ഒരു കത്ത് ഇങ്ങനെ അവിടെ എത്തിയതൊട്ടുള്ള അറിയാനായിട്ട് കത്ത് കിട്ടിയത് ഒരുപാട് സന്തോഷിക്കുന്നു. രക്ഷകനായിട്ട് അന്നേരം ഒരു ആൾ വന്നു, പിന്നെ രക്ഷപ്പെടുത്താനും വന്നില്ല. രക്ഷകനായിട്ട് അവിടെയും വന്നു. എല്ലാം കൊണ്ട് പിന്നെ നമ്മുടെ ആ ഈ പ്രാർത്ഥനയുടെ ഫലം കൊണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് രക്ഷിക്കാനുള്ള സംഭവം കിട്ടി. അങ്ങനെ രക്ഷപ്പെട്ട് വന്നു. അന്ന് തിരിച്ച ആളിനെ ഞങ്ങൾക്ക് കിട്ടി. ഇനി കേൾപ്പമൊന്നുമില്ല. ഇവിടെ എന്തെങ്കിലും ഉള്ള പണി മതി, കിട്ടുന്നത് മതി. എന്നിട്ട് സുഖമായിട്ട് എല്ലാവരുമായിട്ട് ഫാമിലിയായിട്ട് കഴിഞ്ഞ് ജീവിക്കുന്നു. അതേ ഉള്ളൂ. ഒരുപാട് സമ്പാദിക്കുമെന്നും നമുക്ക് ജീവിച്ച് പോയാൽ മാത്രം മതി. പണം കൊണ്ട് ആരും ഒന്നും നേടുന്നില്ല. പിന്നെ ഒരു അസുഖത്തെ എത്ര പണം ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു അസുഖത്തിനില്ല. പിന്നെ നമ്മൾ ജോലി ചെയ്ത് ഇങ്ങനെ ജീവിച്ച് പോകണം, അതേ ഉള്ളൂ.